ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ ഈസി മേക്കപ്പ് ആൻഡ് ഹെയർ ഡു ഫോർ സാരി റീലെടുക്കാമെന്ന് പറഞ്ഞിരുന്ന. അപ്പോൾ അത് ഞാൻ വിചാരിച്ചു അതിൻ്റെ മേക്കപ്പ് ലോങ് വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഓക്കെ, വീഡിയോയ്ക്ക് കൊടുത്ത് പോവാം. ഓക്കെ, ഫസ്റ്റ് നമുക്ക് മോയ്സ്ചറൈസർ ഇടാം. പലതായിട്ടൊന്നുമില്ല, എവിടെയും പോകുന്നൊന്നുമില്ല, ജസ്റ്റ് റീല് വീട്ടിൽ നിന്ന് റീലെടുക്കുന്നുണ്ട്. കുറച്ച് മോയ്സ്ചറൈസർ മതി. കണ്ണാടി ഉണ്ട് കേട്ടോ ഇവിടെ. നെക്സ്റ്റ് നമുക്ക് കൺസീലർ ഇടാം. ഇന്നത്തെ മേക്കപ്പിന് ഞാൻ ഫൗണ്ടേഷൻ ഇടുന്നില്ല. ഫൗണ്ടേഷൻ ഇടാതെ മേക്കപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു. എവിടെ ഒരുങ്ങി പുറത്ത് പോകുന്നില്ലല്ലോ, അതെനിക്ക് ഫൗണ്ടേഷൻ ഇടാൻ വലുതായിട്ട് ഇഷ്ടമല്ല. നമ്മൾ കുറച്ചും കൂടെ കളർ കറക്റ്റ് ചെയ്യും. കണ്ടോ, ഡാർക്ക് സ്പോട്ടൊക്കെ മറിഞ്ഞ് വരുന്നത് കണ്ടോ. എന്തെങ്കിലും വെച്ചാകുമ്പോൾ കുറച്ച് ബ്ലെൻഡ് ആവുമല്ലോ. ഈസി മേക്കപ്പ് അല്ലേ, അതിന് നമ്മൾ ഒരുപാട് എന്തിനാ യൂസ് ചെയ്യേണ്ട പക്ഷെ സാധനങ്ങളെല്ലാം ഈസി എന്ന് പറയുമ്പോൾ ഈസി ആയിരിക്കും. കളർ കറക്റ്റ് ചെയ്തു. കുറച്ച് പിമ്പിൾസ് ഒക്കെ ഉണ്ട്, റീസെൻ്റ്ലി വന്നതാണ്. മാറാൻ സ്കിൻ കെയർ ചെയ്യുന്നുണ്ട്. കൺസീലർ ഇട്ട് കളർ കറക്റ്റ് ചെയ്തു. ഇനി നെക്സ്റ്റ് ഫസ്റ്റ് ഞാൻ ചെയ്യുന്നത് ഐ ഷാഡോ ആണ് ആദ്യം ഇടുന്നത്. ഇച്ചിരി ബോൾഡ് ഐ കൊടുക്കാമെന്ന് വിചാരിച്ചു. ഫാൻ ഓഫ് ചെയ്യാൻ മറന്നുപോയി. കുറച്ച് സൗണ്ട് കേൾക്കും ഫാനിൻ്റെ. വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണേ. ഓഫ് ചെയ്തിട്ട് വന്നേ ഉള്ളൂ. നമ്മൾ ഈസി മേക്കപ്പ് ആകുമ്പോൾ ഈസി ആയിട്ട് എത്രയും പെട്ടെന്ന് ചെയ്യാൻ പറ്റും അത്രയും പെട്ടെന്ന് ചെയ്ത് തീർത്തോണം. പിന്നെ എനിക്ക് ഒരുപാട് ഡാർക്ക് ഇഷ്ടമല്ല, സട്ടിൽ മേക്കപ്പ്. ആദ്യത്തെ ലോങ് വീഡിയോ മേക്കപ്പിൻ്റെ ഇട്ടപ്പം 37 മിനിറ്റ് ഉണ്ട്, ലാഗ് അടിക്കുന്നു എന്ന് പറഞ്ഞു. ഇത് മാക്സിമം ഒരു 10-17 മിനിറ്റിൽ ഞാൻ നിർത്താൻ നോക്കാം. 10 മിനിറ്റാണ് മനസ്സിൽ കരുതിയിരിക്കുന്നത്. പിന്നെ എടുത്തു വരുമ്പോൾ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോൾ ഐ ഷാഡോ ഇട്ട് കൊടുത്താലും കണ്ണിൻ്റെ താഴെല്ലാം കൂടെ ഇടാൻ മറക്കരുത്. എന്നാലും ഇച്ചിരി നല്ല കണ്ണെടുത്ത് കാണിക്കത്തുള്ളൂ. എനിക്ക് ക്യാമറയിൽ എത്ര അറിയുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാനെല്ലാം കുറച്ചാണ് ഇടുന്നത്. ഇതിടുന്ന ടൈമിൽ കണ്ണിനകത്ത് പൊടി കയറി പോവല്ലേ, പൊടിയല്ല ഐ ഷാഡോയുടെ പൗഡർ കയറി പോവല്ലേ. കണ്ണി കുത്തി കൊടുത്തു. ഓക്കെ, എനിക്ക് ഈ ഒരു കളർ മാത്രമല്ല വേറെ കളറും കൂടി ഇടാമെന്ന് വിചാരിച്ചു. ഞാൻ ഉടുക്കുന്ന സാരി പിങ്കാണ്. പിങ്കായിട്ടുള്ള മാച്ചിങ് ആയിട്ടുള്ള എല്ലാം ഇടാൻ പറ്റത്തുള്ളൂ. ഇച്ചിരി ബോൾഡ്
രണ്ട് ഷെയ്ഡ് മിക്സ് ചെയ്തിടുമ്പോൾ സൂപ്പറായിരിക്കും. ഡിഫറൻസ് ഈ മേക്കപ്പിൽ ഐ മേക്കപ്പ് ഇച്ചിരി ഈസി ആക്കണം. പിന്നെ കുറേ ബ്ലെൻഡ് ചെയ്ത് ഇഷ്ടമുള്ള കളർ ആക്കാം. പക്ഷെ നമ്മൾ ഈസി മേക്കപ്പ് ആണല്ലോ ചെയ്യുന്നത്. ബ്ലെൻഡ് ചെയ്യുന്ന കണക്കിരിക്കും. നമ്മൾ ഇച്ചിരി കൂടെ നല്ല സ്മൂത്തായിട്ടിരിക്കും. പിന്നെ എല്ലാത്തിനും ഞാൻ ഇപ്പോഴത്തേക്ക് ഒരു ബ്രഷാണ് യൂസ് ചെയ്യുന്നത്. പക്ഷെ സത്യത്തിൽ ഒരു ബ്രഷ് അല്ല യൂസ് ചെയ്യേണ്ടത്, പല ബ്രഷാണ് യൂസ് ചെയ്യേണ്ടത്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന കളർ വേറെ ഇതിൽ നിന്ന് എടുക്കുമ്പോഴത്തേക്കും നമ്മൾ ഓൾറെഡി എടുത്ത കളർ ഇതിൽ പറ്റിയിരിക്കും. അതുകൊണ്ട് എനിക്ക് പിന്നെ എടുക്കാനുള്ള മടിയായിട്ട് എനിക്കെടുക്കാൻ വയ്യ. അതുകൊണ്ട് നിങ്ങൾ ചെയ്യുമ്പോൾ നീറ്റായിട്ട് ചെയ്യണം. നിങ്ങൾ ചെയ്യുമ്പോൾ സൂക്ഷിക്കണം. ഇച്ചിരി കൂടെ ഓക്കെ. 2 ഷെയ്ഡ് ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് എന്താ പറ്റുമെന്ന്. പക്ഷേ എനിക്ക് കണ്ണാടി കൂടെ നല്ല രീതിയിൽ അറിയാൻ പറ്റുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്ക് ക്യാമറയിൽ എത്രത്തോളം അറിയാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പിന്നെ ഇടുന്നത് കുറച്ച് ലിപ് ബാം എടുത്ത് ലിപ്പൊന്ന് മോയ്സ്ചറൈസ് ചെയ്യിക്കണം. അപ്പോഴത്തേക്കും കുറച്ച് മോയ്സ്ചർ ആയിരിക്കും. പിന്നെ ഇടുന്ന സ്റ്റോപ്പ് ക്രീം ഇടാം. സ്റ്റോപ്പ് ക്രീം മീൻസ് ഹൈലൈറ്റർ. ഒരുപാട് ഇടണ്ട. ഈസി മേക്കപ്പിൽ ഇച്ചിരി ഇട്ടോ, ഇച്ചിരി ഒന്ന് ഭംഗിക്ക് തിളങ്ങാൻ. സ്റ്റോപ്പ് ക്രീം മൂക്കിലിട്ടു. പിന്നെ പിരിവ് കോമ്പ് ചെയ്യുക. വേറെ ബ്രഷ് എടുത്തിട്ടാണ് ഞാൻ വരയ്ക്കുന്നത്. അതാകുമ്പോൾ ഇത് പിരിവ് വരയ്ക്കുന്നതിൻ്റെ ബ്രഷ് കറക്റ്റ് ഡിഫൈൻ ചെയ്ത് വരും. അടുത്ത് കണ്ണാടി ഉണ്ട് കേട്ടോ. കുറച്ച് ഡിഫൈനായി വരുന്നുണ്ട്. തിരിച്ചെന്ന് വേണം ഈ സാധനം വെച്ച് നമ്മളൊന്നും കൂടെ വരയ്ക്കണം. കസാര കാണുന്നില്ല. ഇപ്പം ഞാൻ സ്റ്റൂളിട്ട് ഇരിക്കും. എനിക്ക് കറക്റ്റ് കംഫർട്ടബിളായിട്ട് ഇരിക്കാൻ പറ്റുന്നില്ല. ടേബിളിൽ ഈ വെച്ചിരിക്കുന്ന ടേബിളിൽ കാല് വയ്ക്കാനുള്ള സ്പേസ് ഇല്ല. കണ്ടോ? ഗീവ് അവയുടെ വീഡിയോ ഇട്ടപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് പോസിറ്റീവ് കമൻറ്റ്സ് ഒരുപാടുണ്ടായിരുന്നു. താങ്ക് യു. അതിനെല്ലാം എനിക്ക് ആ മെസ്സേജിനെല്ലാം റിപ്ലൈ കൊടുക്കണമെന്നുണ്ട്. അപ്പോൾ ഓരോരുത്തർക്കുമായിട്ട് ഞാൻ എങ്ങനെ റിപ്ലൈ കൊടുക്കാനാണ്. അതുകൊണ്ട് ഞാൻ ഗിവ് അവേ അനൗൺസ് ചെയ്യുന്ന ടൈമിൽ ഒരു വീഡിയോ ഇട്ടേക്കാം. ഒന്നും തോന്നരുത്, മനഃപൂർവ്വം കണ്ടിട്ട് കാണാത്ത രീതിയിൽ കൊടുത്തതല്ല. അതിലൊരു കമൻറ്റ് വന്ന് കമൻറ്റ്സിനെല്ലാം റിപ്ലൈ കൊടുക്കണേന്ന്. ഞാൻ റിപ്ലൈ തരാൻ നിന്ന് എല്ലാവർക്കും റിപ്ലൈ കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഞാനതൊരു വീഡിയോ ആയിട്ട് ചെയ്തിടാം. കമൻസിൽ എന്തൊക്കെയാണ് കമൻറ്റ് വന്നത് അവർക്കെല്ലാം താങ്ക്സ് പറഞ്ഞാൽ. ഓക്കെ, നമ്മൾ പിരിവം സെറ്റാക്കി. ഇനി നമ്മൾ ഐലൈനർ വരച്ചു. ഇന്നൊരു വ്യത്യസ്ത രീതിയിലാണ് വരച്ചിരിക്കുന്നത് ഞാൻ. ഇനി അടുത്ത മസ്കാര ഇടാം. मस्कारा पोट मैं करिया എല്ലാം ഞാൻ അങ്ങോട്ട് നോക്കിയല്ലേ ചെയ്യുന്നത്.
കുറച്ച് ക്യാമറയ്ക്കകത്ത് കണ്ണാടി കാണും, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് വേറെ എന്തൊക്കെ വീഡിയോ ഞാൻ ചെയ്തിടണമെന്ന് കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ ചെയ്തിട്ടേക്കാം. ചെറുതായിട്ടൊന്ന് കണ്ണിനടി പറ്റി. ഓക്കെ, മസ്കാരി 2 ഗൈസ്. ഒരു ഇരുന്ന് മേക്കപ്പ് ചെയ്യാനുള്ളൊരു ഇതില്ല. എൻ്റെ കസാര മാറിയോണ്ടാന്ന് തോന്നുന്നു. അപ്പം ഇട്ടു. നെക്സ്റ്റ് ബ്ലഷിന് പകരം ഞാൻ എൻ്റെ ലിപ്സ്റ്റിക്ക് തന്നെയാണ് എടുത്തേക്കുന്നത്. ഈസി മേക്കപ്പ് ആണല്ലോ, ഇനി ബ്ലഷൊക്കെ ഇട്ട് ഇനി അതിന് വേഗം ചെറിയ ബ്ലഷ് മതി, വലുതായിട്ടൊന്നും വേണ്ട. ഇട്ടപ്പോൾ കുറച്ച് തോനെ പോലെ തോന്നും, പക്ഷെ തോനെയല്ല, ബ്ലെൻഡ് ചെയ്യുമ്പോൾ അത് മാറും. മസ്കാര പോട്ട് വീട്ടിൽ ഇന്ന് വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് ഞാൻ സ്കിൻ കെയർ ചെയ്യാതെ മേക്കപ്പ് മുഖത്തിടുന്നത്. പുറത്ത് പോകണമെങ്കിൽ പ്രോപ്പർ സ്കിൻ കെയർ ചെയ്തിട്ടേ മേക്കപ്പ് എടുത്തോളൂ. ഇത് ഞാൻ ജസ്റ്റ് മോയ്സ്ചറൈസർ മാത്രമേ ഇട്ടിട്ടുള്ളൂ, മേക്കപ്പ് ഒന്ന് സ്മൂത്തായിട്ട് വരാം. അത്യാവശ്യം ബ്ലഷ് ആയിട്ടുണ്ട്. ഓക്കെ കണ്ടോ, ഇട്ടപ്പോൾ ഒരുപാടുള്ള എനിക്ക് തോന്നി, ഇപ്പം അതിലേ ഇല്ല. കോമ്പാക്ട് പൗഡർ, ഇതിൻ്റെ ഏതെങ്കിലും പ്രോഡക്റ്റ് ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ താഴെ ലിങ്ക് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി, വീഡിയോയുടെ താഴെ. ഓക്കെ, ഫൗണ്ടേഷൻ ഇടുന്നില്ല, ജസ്റ്റ് മാറ്റ് ഫിനിഷിലല്ലെങ്കിൽ ഇരിക്കട്ടെ. ഒരുപാട് ക്വാണ്ടിറ്റി എടുക്കുകയും വേണ്ട, ജസ്റ്റ് ഒന്ന് എടുത്തിട്ട് ടാപ്പ് ചെയ്യുക, എടുക്കുക. കണ്ടോ, ടാപ്പ് ചെയ്ത് ഡയറക്റ്റ് എടുത്ത് കഴിക്കുമ്പോൾ ഒരുമാതിരി വെള്ളം ചായ പൂശി കണക്കിരിക്കും, തൊണ്ടടയും ചായ പൂശി കണക്കിരിക്കും. നമ്മൾ ഡയറക്റ്റ് കുറച്ചെടുക്കുക, തട്ടുക, തേക്കുക. ഓക്കെ, പെർഫെക്റ്റ്. ഓക്കെ, എനിക്ക് നെക്സ്റ്റ് ലിപ് ലൈനർ ഒന്ന് ലൈൻ ചെയ്യട്ടെ. ലിപ് ലൈൻ ചെയ്യുക ഗൈസ്. ഞാൻ ലിപ് ലൈൻ ചെയ്തു. മേക്കപ്പിൻ്റെ ഫുൾ ഫിനിഷ് തരുന്നത് ലിപ്സ്റ്റിക്ക്. നമ്മൾ ഹൈലൈറ്റർ കുറച്ചും കൂടി ഇടാൻ, ഞാൻ കുറച്ചും കൂടെ ഹൈലൈറ്റർ ഇടാമെന്ന് വിചാരിച്ച്, കുറച്ചും കൂടെ ഹൈലൈറ്റർ കിടക്കട്ടെ, തിളങ്ങട്ടെ. ഓക്കെ, ഇനി ലിപ്സ്റ്റിക്ക്.
ചെടുത്തിട്ടും മെല്ലെ മെരുക്കി വെക്കല്ലേ ചുമ്മാ. സത്യത്തിൽ ഇതിൻ്റെ കളർ ഇതല്ല. ഇപ്പം ഈ ഒരു ഓയിൽ കണക്ക് ഫീൽ ആവുന്നില്ലേ, ഇതങ്ങ് ഡ്രൈ ആവും. അപ്പോഴത്തേക്ക് ഇതിൻ്റെ കളർ വേറെ ആവും. വേറൊരു കളർ ആവുന്നല്ല, അല്ലാതെ ഇതിൻ്റെ കറക്റ്റ് പെർഫെക്റ്റ് ഷെയ്ഡ് എന്താണെന്ന് അറിയാൻ പറ്റും. ഇനി ഞാൻ പോയി സാരി ട്രാൻസാക്ഷൻ ചെയ്തിട്ട് വരാം. സാരി പോയി ഉടുത്തിട്ട് വരാം. ഓക്കെ, അപ്പോൾ ഞാൻ സാരി പോയി ഉടുത്തിട്ട് വരാം. ഇതാണ് എൻ്റെ ഫേസ് മേക്കപ്പ്. ഇതാണ്, ചുണ്ട് ഉണങ്ങിയിട്ടുണ്ട്. കറക്റ്റ് ഷെയ്ഡ് ഇതാ. ഓക്കെ, ഞാൻ സാരി ട്രാൻസാക്ഷൻ വലുതായിട്ട് എനിക്ക് മുടി അയച്ചിടുന്നതാണ് ഇഷ്ടം. കെട്ടിവെക്കുന്ന, രാത്രി കിടക്കാൻ നേരത്ത് കെട്ടിവെക്കും, അല്ലാതെ കെട്ടിവെക്കുന്ന ഇഷ്ടമല്ല. മുടി അയച്ചിടുന്നതാണ് എനിക്കിഷ്ടം. പട്ടി സാരി ഉടുത്തിട്ട് വരാം. ഞാൻ പോയി സാരി ഉടുത്തിട്ട് വന്നു. ഇതാണ് എൻ്റെ ബ്ലൗസ്, ഇതാണ് സാരി. ഓക്കെ, ഞാൻ ആ മറ്റേ മുടി അയച്ച്, എനിക്ക് വലുതായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല മുടി, അത് കെട്ടിയത് ഞാൻ അയച്ചിട്ട്. നോർമലി ഇതിൻ്റെ കൂടെ ഒരെണ്ണം മിസ്സിങ് ഉണ്ട്, കണ്ടുപിടിച്ച് പറയുക അതെന്താന്ന്. കഴുത്ത് വരെയുള്ള ഇതല്ലേ, ബ്ലൗസല്ലേ നമ്മൾ ഇട്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ മാല ഇടാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ എന്താ വേണം, ഒന്നെങ്കിൽ ഹെവി കമ്മൽ. ഹെവി കമ്മലാണ് ഇതിൻ്റെ കൂടെ ഞാൻ മേടിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ആണി മിസ്സിങ് കിട്ടി. ഇതാണ് കമ്മൽ. ഇതിന് മുമ്പ് എൻ്റെ കമ്മലിൻ്റെ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. മാല ഇടാൻ പറ്റത്തുണ്ട്, കമ്മൽ ഞാൻ ഹെവി ആക്കി. ഇതാണ് കമ്മൽ. നെക്സ്റ്റ് കാതിലും കൂടെ. പക്ഷെ കമ്മലിന് കുറച്ച് വെയിറ്റ് ഉണ്ട്. എനിക്ക് വളയൊന്നും ഇടുന്ന ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ വളയൊന്നും എടുത്തില്ല. ജസ്റ്റ് ട്രാൻസ്ഫോർമേഷൻ വീഡിയോ ആണല്ലോ. വെട്ടിയിട്ട് ഇവിടം വരെ വെട്ടിയിട്ടിരുന്ന മുടിയാണ്, അങ്ങ് കയറി അങ്ങ് വളർന്നു. എന്ത് ചെയ്യാനാ ഗായ്സ്, മുടി വളർന്നു. അപ്പം ഞാൻ പോയി റീലെടുത്തിട്ട് വരാം. ഇഷ്ടപ്പെട്ട കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ.
ഷോയൊക്കെ കാണണ്ടേ? ഒരു കയ്യിലെ കമ്മൽ കാണുന്നില്ലല്ലേ? കുഴപ്പമില്ല, ഇതൊക്കെ മതി. ഞാൻ സാരി എടുത്തിട്ട് എൻ്റെ ബ്ലൗസ് കറക്റ്റ് എന്താണ്, ഇതാണ് കറക്റ്റ് കോളർ കണക്ക് വെച്ചിട്ടാണ് തച്ചിരിക്കുന്നത്. പിന്നെ സീവ്ലെസ് ആണ്. ഇനി ഈ സാരി പറയേണ്ട ആവശ്യമില്ല. ഇത് കാണുമ്പോൾ സ്റ്റിഫാന്ന് തോന്നും, പക്ഷേ സ്റ്റിഫല്ല, ഒഴുക്ക് സാരിയാണ്. അപ്പോൾ ഓക്കെ, ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സൈഡിലുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.